2012 മെയ് മാസം 23 മഹാരാഷ്ട്രയിലെ രേഗഡ്. ആ ജില്ലയിലെ അടർന്ന കാടിന് നടുവിലുള്ള ഒരു ഹൈവേയിലൂടെ ഒരാൾ ഓട്ടോ ഓടിച്ചു പോവുകയാണ്. അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ഒരുപാട് മാങ്ങകൾ കിടക്കുന്നത് അയാൾ കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ അത് കഴിക്കാൻ അയാൾ ആഗ്രഹിച്ചു. അയാൾ തൊട്ടടുത്ത ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ അയാൾ ആ റോഡിന്റെ അരികിൽ ഓട്ടോ നിർത്തി അതിൽ നിന്നും ഇറങ്ങി. മരത്തിന്റെ ചുവട്ടിൽ ധാരാളം മാങ്ങകൾ കിടക്കുന്നത് കണ്ടതും അതിൽ ഒരെണ്ണം കയ്യിലെടുത്തു. അങ്ങനെ അത് എടുക്കുമ്പോൾ ആ അടർന്ന കാടിനുള്ളിൽ നിന്നും അയാൾക്കൊരു ദുർഗന്ധം വരാൻ തുടങ്ങി. അതെന്തോ പെട്രോൾ കലർന്ന തീ കത്തുന്ന ഒരു മണമായിരുന്നു. അപ്പോഴാണ് അയാളുടെ മനസ്സ് അവിടെ എന്തോ തെറ്റാണെന്ന് പറയാൻ തുടങ്ങി. അത് രാത്രിയായതിനാൽ ചുറ്റും ആരും തന്നെ ഇല്ല. അയാൾ അവിടെ തനിച്ചാണ്. ഈ സമയത്ത് ഓട്ടോ ഡ്രൈവർക്ക് അത് എന്താണെന്ന് അറിയണമെന്നുണ്ട്. പക്ഷെ വല്ലാത്ത ഭയവുമുണ്ട്. എങ്കിലും കുറച്ച് ധൈര്യം സംഭരിച്ച് ആ ദുർഗന്ധം വരുന്ന ദിശയെ നോക്കി നടക്കാൻ തുടങ്ങി. ഒരു 100 മീറ്റർ നടന്നു പോയപ്പോൾ ആ ഒരു ദുർഗന്ധം തന്റെ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നി. അയാൾ അവിടെ തന്നെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് അയാളുടെ കണ്ണ് തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് പോയി. അതിനടുത്തേക്ക് ചെന്നപ്പോൾ ഇരുട്ടത്ത് എന്തോ ഒന്ന് താഴെ കിടക്കുന്നത് കണ്ടു. അത് എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് അതിനടുത്തേക്ക് പതിയെ നടന്നു. എന്നാൽ അവിടെ എത്തി അതെന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അയാളുടെ ഓട്ടോയുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അവിടെ ചെന്നതും പോലീസിനെ വിളിച്ച് ഉടൻ വരാൻ ആവശ്യപ്പെട്ടു. പോലീസും സ്ഥലത്തെത്തിയപ്പോൾ ഓട്ടോ ഡ്രൈവർ അവരെ ആ വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഡ്രൈവർ ഭയന്നു പോയ അതേ സ്ഥലത്തേക്ക് പോലീസ് വന്നപ്പോൾ അവരും അതുപോലെ ഭയക്കുകയും ഞെട്ടുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥലത്ത് അവർ കണ്ടത് ഒരു സ്യൂട്ട് കേസിൽ കൈകാലുകൾ കെട്ടിവെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച ഒരു പെൺകുട്ടിയുടെ മരിച്ച ശരീരമായിരുന്നു. ആരാണ് ആ പെൺകുട്ടി? അവളെ കൊന്നത് ആരാണ് എന്നുള്ള പല ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞ ഒരു കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് വ്യക്തമായി കാണാൻ പോകുന്നത്. കേസിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളുടെ സമയം 2 സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റുമായിരിക്കും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ. കമൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്മൈലി, ഇമോജി എന്തെങ്കിലും ഒന്നിട്ടാൽ മതിയാകും. നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും വളരെ വിലപ്പെട്ടതായിരിക്കും. സംഭവ സ്ഥലത്തേക്ക് വന്ന പോലീസുകാരും ആ ഡെഡ് ബോഡി ആരുടേതായിരിക്കും എന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. നെയിൽ പോളിഷ് ഇട്ട വിരലുകൾ കണ്ടപ്പോൾ അതൊരു പെൺകുട്ടിയാണെന്ന് പോലീസിന് മനസ്സിലായി. പക്ഷേ സൂട്ട്കേസിലെ ബോഡി പൂർണ്ണമായും കത്തി നശിച്ചതിനാൽ അത് ആരാണെന്ന് തിരിച്ചറിയാൻ പോലീസിന് ബുദ്ധിമുട്ടായിരുന്നു. അതിനാൽ അവർ അടുത്തിടെ കാണാതായ സ്ത്രീകളുടെ രേഖകൾ പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ പരിശോധിച്ചപ്പോൾ കൃത്യം 1 മാസത്തിന് മുൻപ് ഒരാൾ ഷീന ബോറയെ കാണാനില്ല എന്ന് ഒരു പരാതി നൽകിയിരുന്നു. ഷീന ബോറയെ കുറിച്ച് പോലീസ് അന്വേഷിക്കുമ്പോഴാണ് അവൾ INX മീഡിയ CEO ഇന്ദ്രാണിയുടെ സഹോദരിയാണെന്ന് കണ്ടുപിടിക്കുന്നു. 1 മാസം മുൻപ് രാഹുൽ എന്നയാൾ ഷീന ബോറയെ കാണാനില്ല എന്ന് ഒരു പരാതി പോലീസിന് നൽകിയിരുന്നു. അതിനാൽ സൂട്ട് കേസിനുള്ളിലെ ഈ ബോഡി ഷീന ബോറയുടേതായിരിക്കുമെന്നും പോലീസ് കരുതി. അങ്ങനെ പോലീസ് ഉടൻ തന്നെ ഷീന ബോറയെക്കുറിച്ച് അവളുടെ സഹോദരിയായ ഇന്ദ്രാണി മുഖർജി അറിയിച്ചു. ഇത് കേട്ട ഇന്ദ്രാണി മുഖർജി കരഞ്ഞു നിലവിളിച്ചു, ഞെട്ടി മരവിച്ചു പോയി എന്നൊക്കെ നിങ്ങൾ കരുതുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. പകരം അവൾ ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ട പോലീസുകാരും, മാഡം, ഞങ്ങൾ നിങ്ങളുടെ സഹോദരിയുടെ ഡെഡ് ബോഡി കണ്ടുവെന്നാണ് പറഞ്ഞത്, പക്ഷെ നിങ്ങൾ ചിരിക്കുന്നോ ഇങ്ങനെ ചോദിച്ചു. ഇതിന് ഇന്ദ്രാണിയും, എൻ്റെ സഹോദരിയെ കാണാനില്ല എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അവൾ US മാസ്റ്റേഴ്സ് പഠിക്കുകയാണ്. അനാവശ്യമായി എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ ഫോൺ കട്ട് ചെയ്തു. ഷീന ബോറ US നിന്ന് ഫേസ്ബുക്കിലും ഇമെയിലും സജീവമായതിനാൽ ഒരുപക്ഷെ ഇത് ഷീന ബോറ ആയിരിക്കില്ല എന്ന് കരുതി അവളുടെ അവസാന ചടങ്ങുകളെല്ലാം അവർ തന്നെ ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകാൻ തുടങ്ങി. 2015 ഓഗസ്റ്റ് മാസം 24 മുംബൈ, മഹാരാഷ്ട്ര. മുംബൈ നഗരത്തിലെ വളരെ തിരക്കുള്ള ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ ധാരാളം പോലീസുകാർ പതിവ് പോലെ നിൽക്കുകയാണ്. കാരണം ആ ചുറ്റളവിൽ ധാരാളം കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ പോലീസ് പാട്രോളിങ്ങിലായിരുന്നു. അപ്പോഴാണ് ഓഗസ്റ്റ് മാസം 24 ഒരാൾ സംശയാസ്പദമായി അവിടെ നിൽക്കുന്നു. അയാൾ ആരെയോ കൊല്ലാൻ പോകുന്നത് പോലെയായിരുന്നു അവിടെ നിന്നത്. ആ പാട്രോളിങ്ങിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് കണ്ടു.
അവന്റെ പ്രവർത്തനങ്ങളിൽ എന്തോ സംശയം തോന്നി, എന്തോ ഒന്ന് ശരിയല്ല എന്ന് മനസ്സിലാക്കി ആ പോലീസുകാരനും അവന്റെ അടുത്ത് ചെന്ന് അവൻ അന്വേഷിക്കാൻ തുടങ്ങി. നീ ആരാണ്, എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. പോലീസിനെ കണ്ടയുടനെ അയാൾ വിറയ്ക്കാൻ തുടങ്ങി. അവന്റെ ശബ്ദത്തിൽ എന്തോ വിറയലുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസുകാരനും അവനെ പരിശോധിക്കാൻ തുടങ്ങി. അതിൽ അവന്റെ പുറകിൽ ഒളിപ്പിച്ചിരുന്ന ഒരു തോക്ക് കണ്ടെത്തി. ഇത് കണ്ട് ഞെട്ടിപ്പോയ പോലീസുകാരനും ഈ തോക്ക് എങ്ങനെ നിനക്ക് ലഭിച്ചുവെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അവനെ ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിൽ അവരുടേതായ ശൈലിയിൽ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൻ ആരാണെന്നും തോക്ക് എങ്ങനെ ലഭിച്ചുവെന്നും ഓരോന്നായി ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അതിനവൻ പോലീസുകാർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു പറഞ്ഞത്. അങ്ങനെ അവൻ പറഞ്ഞത് കേട്ട പോലീസുകാരും ഇവൻ ഒരുപക്ഷെ ഭ്രാന്തനായിരിക്കുമോ എന്ന് പോലും ചിന്തിച്ചു. അങ്ങനെ അവൻ നൽകിയ മൊഴി ഇതാണ്. പോലീസ് അന്വേഷണത്തിൽ അവന്റെ പേര് ശ്യാംല എന്ന് മനസ്സിലായി. 3 വർഷം മുൻപ് INX മീഡിയ CEO ഇന്ദ്രാണി മുഖർജിയുടെ ഡ്രൈവറായി ജോലി നോക്കിയിരുന്നുവെന്നും സ്ഥിരീകരിച്ചു. അതെ, ഇവർ ഞാൻ മുൻപ് സൂചിപ്പിച്ച അതേ വ്യക്തി തന്നെയാണ്. 2012 പോലീസ് വിളിച്ച അതേ ബിസിനസ് വനിത ഇന്ദ്രാണി മുഖർജി. ഇപ്പോൾ ആ ഡ്രൈവർ പോലീസുകാരോട് പറഞ്ഞത്, ഒരു ദിവസം ഞാൻ പതിവ് പോലെ വണ്ടി ഓടിക്കുകയായിരുന്നു. ഇന്ദ്രാണി മാം എന്നെ വിളിച്ചു അവരുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാനും അവിടെ ചെന്നു. അവർ എന്നോട്, ഞാനിന്ന് ഷീനയെ കൊല്ലാൻ പോകുന്നു, അതിന് നീ എന്നെ സഹായിച്ചാൽ നിന്റെ മുഴുവൻ കുടുംബത്തെയും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഞാൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം ഇന്ദ്രാണി മാം അവരുടെ മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്നയും അവരുടെ സഹോദരി ഷീന ബോറയുമായി കാറിനുള്ളിലേക്ക് കയറി. ഞാനും കാറ് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങി. ആ സമയത്ത് സഞ്ജീവ് ഖന്ന ഷീനയ്ക്ക് അനസ്തേഷ്യ കലർത്തിയ വെള്ളം കുടിക്കാൻ കൊടുത്തു. അത് കുടിച്ച ഷീന ചില മിനിറ്റുകൾക്കുള്ളിൽ അബോധാവസ്ഥയിലായി. ഇതിനുശേഷം ഇന്ദ്രാണി, സഞ്ജീവ് ഇവർ രണ്ടുപേരും ചേർന്ന് അവളെ കൊല്ലാൻ തുടങ്ങി. സഞ്ജീവ് ഷീനയുടെ കൈകളും കാലുകളും മുറുകെ പിടിക്കാൻ തുടങ്ങി. ഈ സമയം ഇന്ദ്രാണി അവളെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. ഇതെല്ലാം നടക്കുമ്പോൾ ഞാൻ തുടർച്ചയായി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഘട്ടത്തിൽ ഇന്ദ്രാണി മാം എന്നോട് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. അവർ ഷീനയെ ഒരു സ്യൂട്ട് കേസിൽ കയറ്റി ആ സ്യൂട്ട് കേസും കാറിന്റെ ഡിക്കിയിൽ വെച്ചു. ഇതിനുശേഷം ഇന്ദ്രാണി മാം വീട്ടിലേക്ക് പോയി ഉറങ്ങി. സഞ്ജീവ് കൊൽക്കത്തയിലേക്ക് പോയി. ഞാനായിരുന്നു ആ രാത്രി മുഴുവനും ഷീന ബോറയുടെ ഡെഡ് ബോഡിയുടെ കൂടെ ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം പുലർച്ചെ 3 മണിയോടുകൂടി ഇന്ദ്രാണി മാം വീണ്ടും വന്നു. ഞങ്ങൾ കാറെടുത്ത് അവിടെ നിന്നും 94 കിലോമീറ്റർ അകലെയുള്ള റായ്ഗഡിലുള്ള ഒരു കുന്നിലേക്ക് പോയി. അവിടെ വെച്ച് ആ സ്യൂട്ട് കേസിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അപ്പോഴാണ് ഇന്ദ്രാണി മാം എനിക്ക് തോക്ക് തന്നത് എന്നും പറഞ്ഞു. എങ്ങനെ ഈ തോക്ക് നിന്റെ കയ്യിൽ കിട്ടിയെന്ന പോലീസിന്റെ ഒറ്റ ചോദ്യത്തിന് അവൻ എല്ലാ കുറ്റസമ്മതവും നടത്തി. ഡ്രൈവറുടെ കുറ്റസമ്മതം കഴിഞ്ഞ് കൃത്യം 4 ദിവസത്തിനു ശേഷം ഇന്ദ്രാണിയെയും മുൻ ഭർത്താവ് സഞ്ജീവ് ഖന്നയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഈ ഡ്രൈവർ കൊടുത്ത കുറ്റസമ്മതം ഇന്ത്യയിലുടനീളം എല്ലാ വാർത്താ ചാനലുകളിലും വൈറലായി. അതൊരു സെൻസേഷണൽ വാർത്തയായി മാറാൻ തുടങ്ങി. ഇന്ദ്രാണിയുടെ മേൽ ഒരുപാട് ആരോപണങ്ങൾ വന്നു. അവൾ തന്റെ സഹോദരിയെ അമേരിക്കയിലേക്ക് അയച്ചുവെന്ന് കള്ളം പറഞ്ഞു. എന്നിട്ട് അവൾ തന്നെ സഹോദരിയെ കൊലപ്പെടുത്തിയെന്ന് മാധ്യമങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോ ഇന്ദ്രാണി ഷീന ബോറയെ കൊന്നുവെന്നുണ്ടെങ്കിൽ ആരായിരുന്നു ഈ ഫേസ്ബുക്കിലും ഇമെയിലിലുമൊക്കെ സജീവയായിരുന്നത്? ഷീന കാണാതായ ഈ 3 വർഷത്തിനിടയിൽ അവൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ലേ? ഷീനയുടെ കാമുകൻ മിസ്സിംഗ് പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് ഷീനയെ അവർ അന്വേഷിച്ചില്ല? ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം നൽകുന്നതിന് മുൻപ് ഈ ഇന്ദ്രാണിയുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളോട് പറയണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ കേസ് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയൂ. ആസാമിലെ ഗുവാഹത്തിയിൽ ഉപേന്ദ്ര കുമാർ ബോറയ്ക്കും ദുർഗാദേവിക്കും മകളായി പോരി ബോറ ജനിച്ചു. പിന്നീട് അവൾ തന്റെ പേര് ഇന്ദ്രാണി എന്ന് മാറ്റി. മറ്റെല്ലാ കുട്ടികളെയും പോലെ അവൾ വീട്ടിൽ നിന്ന് നേരെ സ്കൂളിലേക്ക്, സ്കൂൾ വിട്ടാൽ തിരികെ വീട്ടിലേക്ക്, അങ്ങനെ തന്നെയായിരുന്നു ജീവിച്ചത്. പക്ഷെ അവളുടെ കുട്ടിക്കാലം മുതലേ താനൊരു സമ്പന്നയായി ജീവിക്കണം എന്നവൾ ആഗ്രഹിച്ചിരുന്നു. ആഗ്രഹം എന്ന് പറയുന്നതിന് പകരം അതൊരു മോഹം എന്ന് തന്നെ പറയാം. അങ്ങനെ ഇന്ദ്രാണി അവളുടെ 17-ാം വയസ്സിൽ സിദ്ധാർത്ഥദാസ് എന്നയാളെ കണ്ടുമുട്ടി. വിവാഹം കഴിക്കാതെ തന്നെ അവൾ അയാളുമായി ഒരു ബന്ധത്തിലായി. അതിൽ അവർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. 18 വയസ്സിൽ തന്നെ 2 കുട്ടികളെ പ്രസവിച്ചതിനാൽ അവളുടെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽക്കാൻ തുടങ്ങി. അതിനാൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഇന്ദ്രാണി സിദ്ധാർത്ഥിൽ നിന്നും വേർപിരിഞ്ഞു. 3 വർഷം തന്റെ കുട്ടികളെ നോക്കിയ ഇന്ദ്രാണിക്ക് ഒരു ഘട്ടത്തിൽ താൻ സ്വപ്നം കണ്ട ജീവിതം ഇതാണോ, അവസാനം വരെയും താൻ ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്ന ചിന്ത വരികയും മനസ്സാകെ തകരുകയും ചെയ്തു.
എന്നാൽ തന്റെ ജീവിതം ഇങ്ങനെ അവസാനിപ്പിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച ഇന്ദ്രാണി 1989 തന്റെ 2 മക്കളെയും മാതാപിതാക്കളുടെ പക്കൽ ഉപേക്ഷിച്ചിട്ട് ഇനി ഇവരെ നിങ്ങൾ നന്നായി നോക്കണം എന്ന് പറഞ്ഞ് കൊൽക്കത്തയിലേക്ക് പോകുന്നു. അവിടെ പോയി അവൾ ചില കമ്പ്യൂട്ടർ കോഴ്സുകൾ പഠിച്ചു. ഒരു കമ്പനിയിൽ ജോലിക്കും ചേർന്നു. ആ സമയത്താണ് അവൾ ഒരു ബിസിനസ്സുകാരനെ പരിചയപ്പെടുന്നത്. അയാളുടെ പേരാണ് സഞ്ജീവ് ഖന്ന. അയാളെ കണ്ടുമുട്ടിയതിലൂടെ അവളുടെ ജീവിത സ്വപ്നം അവൾ സാക്ഷാത്കരിച്ചു. അതായത് അയാളെ വിവാഹം കഴിച്ച് ഇന്ദ്രാണി താൻ സ്വപ്നം കണ്ട ജീവിതം നയിക്കാൻ തുടങ്ങി. അതിൽ വിധി എന്ന ഒരു കുഞ്ഞിന് അവൾ ജന്മം നൽകി. ഇങ്ങനെ ഇന്ദ്രാണി അവൾ വിചാരിച്ചതുപോലെ സന്തോഷത്തോടു കൂടി ജീവിച്ചു എന്നുണ്ടെങ്കിലും മറുവശത്ത് ഗുവാഹത്തിയിലുള്ള ഇന്ദ്രാണിയുടെ മക്കൾ ദാരിദ്ര്യം കാരണം ബുദ്ധിമുട്ടുകയായിരുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ തനിക്ക് 2 കുട്ടികൾ ഉണ്ടെന്ന സത്യം അറിഞ്ഞാൽ സഞ്ജീവ് തന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നവൾ ഭയപ്പെട്ടിരുന്നു. അതിനാൽ അവൾ അവനോട് ഈ സത്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഗുവാഹത്തിയിലുള്ള 2 മക്കളും അവരുടെ അമ്മയെ വെറുത്ത് വളരാൻ തുടങ്ങി. അതേസമയത്ത് കൊൽക്കത്തയിലുള്ള ഇന്ദ്രാണിയുടെ ജീവിതവും അധിക നാൾ നീണ്ടു നിന്നില്ല. 2002 ഇന്ദ്രാണിയും സഞ്ജീവും വിവാഹമോചനം നേടി. അങ്ങനെ അവൾ തന്റെ കുഞ്ഞു വിധിയെയും കൂട്ടി മുംബൈയിലേക്ക് പോകുന്നു. മുംബൈയിലുള്ള ഒരു ചെറിയ കമ്പനിയിൽ ജോലി നോക്കിയ ഇന്ദ്രാണി 2003 സ്റ്റാർ മീഡിയയുടെ CEO പീറ്റർ മുഖർജി എന്ന മാധ്യമ ലോകത്തെ രാജാവിനെ പരിചയപ്പെട്ടു. പീറ്റർ നേരത്തെ തന്നെ വിവാഹമോചനം നേടിയ ഒരാളായിരുന്നു. ഇന്ദ്രാണിയേക്കാൾ 15 വയസ്സ് അയാൾക്ക് കൂടുതലാണെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൾ പീറ്ററിനെ വിവാഹം കഴിച്ചു. നേരത്തെ സഞ്ജീവിൽ ജനിച്ച വിധിയെ പീറ്റർ ദത്തെടുത്തു. ഇതിനുശേഷം ഇന്ദ്രാണിയുടെ ജീവിതം പൂർണ്ണമായും മാറാൻ തുടങ്ങി. അവർ INX മീഡിയ എന്ന പേരിൽ ഒരു വലിയ മീഡിയ കമ്പനി ആരംഭിച്ചു. ഇന്ദ്രാണി INX മീഡിയയുടെ CEO ആകുന്നു. ഇന്ദ്രാണിയും പീറ്ററും ഇന്ത്യയിലെ ധനികരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ഇന്ദ്രാണി തനിക്ക് വേണ്ടി ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തു. ഇന്ത്യ മുഴുവനും എല്ലാ പത്രങ്ങളിലും ഇന്ദ്രാണിയുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചു. അവളുടെ ജീവിത സ്വപ്നം യാഥാർത്ഥ്യമാകാൻ തുടങ്ങി. എന്നാൽ ഈ ഫോട്ടോയെല്ലാം ഇന്ത്യയുടെ മറുവശത്ത് ദാരിദ്ര്യത്തിൽ വലയുന്ന ഇന്ദ്രാണിയുടെ മാതാപിതാക്കൾ കണ്ടു. ഉടനെ ഇന്ദ്രാണിക്ക് ഒരു ലെറ്റർ അയച്ചു. അതിൽ നിന്റെ മക്കൾ 2 പേരും ഇവിടെ 10ാം ക്ലാസ് പഠിക്കുകയാണ്. ഞങ്ങൾക്ക് അവരെ വളർത്താൻ കഴിയാത്ത ദാരിദ്ര്യത്തിലാണ് എന്ന് പറഞ്ഞു. ഈ കത്ത് വായിച്ച ഇന്ദ്രാണി അവർക്ക് പണം നൽകി അവരെ പരിപാലിക്കുന്നു. ഇതിനുശേഷമാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ പോലീസും ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്ദ്രാണിയെയും സഞ്ജീവിനെയും വെവ്വേറെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ഇന്ദ്രാണി പറഞ്ഞത് എന്റെ സഹോദരി US-ലാണെന്ന്. ഈ സമയം പോലീസും US-ലുള്ള നിങ്ങളുടെ സഹോദരി ഷീന ബോറയോട് നിങ്ങൾ അവസാനമായി എപ്പോഴാണ് സംസാരിച്ചത് എന്ന് ചോദിച്ചു. അവൾ എപ്പോഴെങ്കിലും എനിക്ക് മെയിൽ ചെയ്യും, പക്ഷെ അവൾ എനിക്ക് മെയിൽ അയച്ചിട്ട് മാസങ്ങളായി എന്ന് പറഞ്ഞു. ഇത് കേട്ട പോലീസും ഓ അങ്ങനെയാണോ എന്ന് ചോദിച്ച് തൊട്ടടുത്തുണ്ടായിരുന്ന കോൺസ്റ്റബിളോട് നീ അത് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് അയച്ചു. കുറച്ച് മിനിറ്റ് കഴിഞ്ഞ് ആ കോൺസ്റ്റബിൾ അത് എടുത്തുകൊണ്ട് ആ മുറിക്കുള്ളിലേക്ക് വരുന്നു. അത് വാങ്ങിയ ആ ഉയർന്ന ഉദ്യോഗസ്ഥനും ഇന്ദ്രാണി അത് കാണിച്ചു. ഇത് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഇന്ദ്രാണി അത് അവളുടെ കയ്യിൽ വാങ്ങി തുറന്നു നോക്കി. അങ്ങനെ വാങ്ങി അത് തുറന്നു നോക്കിയപ്പോൾ ഇന്ദ്രാണി മുഴുവനും വിയർക്കാൻ തുടങ്ങി. ഇത്രയും സമയം അഹങ്കാരത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരുന്ന ഇന്ദ്രാണിയുടെ ആ ഒരു പെരുമാറ്റം മുഴുവനായും മാറാൻ തുടങ്ങി. ഇന്ത്യയിലെ പണക്കാരുടെ പട്ടികയിലുള്ള വളരെ സ്വാധീനമുള്ള ഇന്ദ്രാണി പേടിച്ച് വിയർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോലീസ് എടുത്തുകൊണ്ടുവന്ന് അവളെ കാണിച്ച ആ വസ്തു എന്താണ്? എന്തുകൊണ്ടാണ് ഇത്രയും സമയം അഹങ്കാരത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരുന്ന ഇന്ദ്രാണി പെട്ടെന്ന് ശബ്ദം താഴ്ത്താൻ തുടങ്ങിയത്? നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളും വഴിത്തിരിവുകളും നിറഞ്ഞ ഈ വീഡിയോയുടെ 2ാം ഭാഗം നാളെ തന്നെ കാണാം. പോലീസ് എടുത്തുകൊണ്ടുവന്ന് അവളെ കാണിച്ചപ്പോൾ അവൾ ഭയന്ന് വിറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.